രണ്ടും നല്ല മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിന് അങ്ങനെ ഈ ഒരു കളർ കണ്ട് പലരും വാങ്ങാൻ സംശയിക്കാറുണ്ട്. അത് അറിയാത്തതുകൊണ്ടാണ് ഈ ഫ്രൂട്ടിനെ കുറിച്ച്. പിന്നെ ഇതിലുള്ളൊരു മാജിക് കൂടിയും പറയാം. രണ്ടാമത്തെ കാര്യം, മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പല ആൾക്കാരും എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നത് അതൊരു മാംഗോസ്റ്റിനേ അല്ല. ഇതാണ് പർപ്പിൾ കളർ മാംഗോസ്റ്റിൻ. നമ്മൾ ഈ ഒരു കളറ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആയിരിക്കും. ഞെങ്ങൊന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓൾമോസ്റ്റ് 50 ടണ്ണിൻ്റെ അടുത്താണ് ഒരു ഇയർ ചെയ്യുന്നത്. റംബൂട്ടാൻ നമ്മൾ അതുമാതിരി ഈ കൊല്ലം ചെയ്തേക്കുന്നത് 30 ടണ്ണാണ്. റംബൂട്ടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾ ഓവർ എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മൾ എത്തിയെന്ന് തന്നെ പറയാം. എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മുടെ മാംഗോസ്റ്റിന് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടാമത്തെ കൊല്ലം ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കാക്കി വിടുന്നുണ്ടോന്ന തൈകൾ. ഇതിൽ പാച്ചുകായ എന്ന് പറയും, ചെരിഞ്ഞ് വരുന്ന കായുണ്ട്. അതായത് ഇങ്ങനെ പരന്നിരിക്കും. ഇതിലും റംബൂട്ടാനിലും കാണും. 8 അടി ഹൈറ്റുള്ള തൈന്ന് പുറമെ മരുന്ന് പറയാം. അത്ര പോകുന്ന ഇതുകളും ഉണ്ട്, തൈകളും ഉണ്ടാകും. പൊട്ടിച്ചാൽ തന്നെ കിട്ടില്ല. വേണ്ട അത് ഇതിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയാത്തൊരു നെഗറ്റീവാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ അത് വന്നേക്കാം. പിന്നെ റംബൂട്ടാൻ നമുക്ക് കണ്ടെയ്നർ ഫാമിങ്ങിൽ പറ്റും. ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് മാത്രമുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ 32 കൊല്ലം മുന്നാണ് മാംഗോസ്റ്റിൻ പ്ലാന്റിങ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇതിന് അത്ര വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്ത കാലഘട്ടത്താണ്. എന്താ വെച്ചതെന്ന് ചോദിച്ചാൽ ഫ്രൂട്ട്സായി ഇതിൻ്റെ പേരിലാണ് അന്ന് ഇത്രയും തൈകൾ വെച്ച് നമ്മൾ മാംഗോസിനെ. പിന്നെ ഏത് കൃഷിയിലും നമ്മൾ പിന്നിലുണ്ടെങ്കിൽ അത് വിജയം ഉറപ്പാണ്. ബാക്കിൽ നമ്മുടെ വർക്കിംഗ് ഉണ്ടാകണം. കൃഷി നമ്മൾ എന്ത് കൃഷി ചെയ്തോ അതിന് ധൈര്യം ഉണ്ടായി അതിനെ വിജയിപ്പിക്കേണ്ടത് നമ്മളും കൂടെ നിന്നിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. പാപ്പ മലേഷ്യയിൽ പഠിക്കാൻ പോയപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ തൈകൾ കൊണ്ടുവന്നിരുന്നത്. അവിടെ ഇപ്പം 120 വർഷമായ മരമുണ്ട്. അതിലൊരു മരത്തിൽ നിന്ന് ഒരു 600-700 കിലോ കായ ഒരു സീസൺ പറിക്കും. നമ്മൾ 32 വർഷമായ മരത്തിൽ നിന്ന് നമ്മൾ 350 കിലോ കായ പറിക്കുന്നുണ്ട് ഒരു സീസൺ. ഞങ്ങളുടെ നാട്ടിൽ ഈ അപ്പാപ്പം കൊണ്ടുവന്ന് വെച്ച മരങ്ങളല്ലാതെ ഈ നാട്ടിൽ മാംഗോസിനെ പറ്റി വലിയ വിവരങ്ങളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അന്ന് 32 കൊല്ലം മുന്നേ ഈ അപ്പാപ്പം കൊണ്ടുവന്ന തൈയിൽ നിന്നാണ് നമ്മളെടുത്ത് പ്ലാന്റ് ചെയ്ത് നമ്മളിവിടെ ഒരു തോട്ടമാക്കി മാറ്റിയത്. ഇന്നിപ്പോൾ അതൊരു കിലോന് 400 തൊട്ട് 500 രൂപ വരെ കയറിപ്പോണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഒരു 200 രൂപ 150 രൂപയിലേക്ക് കുറഞ്ഞു. എന്നിരുന്നാലും ഇപ്പോഴത്തെ കൃഷിയിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു കൃഷിയായിട്ടാണ് കാണുന്നത്. പിന്നെ ഇത് പറിക്കാൻ മാത്രം മാൻ പവർ വേണം, അല്ലാതെ മറ്റൊരു തരത്തിലും കായ പറിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ 5 ഏക്കർ സ്ഥലമാണ് നമ്മൾ മാംഗോസ്റ്റിൻ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് 30 വർഷമായ മാംഗോസ്റ്റിൻ മരമാണ്. 30 വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ ആദ്യമായിട്ട് മാംഗോസ്റ്റിൻ ഒരു 60 മരമാണ് ഇവിടെ നടുന്നത്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു കൊമേഴ്ഷ്യലായിട്ട്, നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും കൊമേഴ്ഷ്യലായിട്ട് ഒരാൾ പ്ലാന്റ് ചെയ്തൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അന്ന് ഇതിന് കൊമേഴ്ഷ്യലായിട്ട് പ്ലാന്റ് ചെയ്യുമ്പോൾ ആർക്കും അങ്ങനെ ഒരു വില നിലവാരമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. പണ്ടൊക്കെ നമ്മളിവിടെ ഇത് ബന്ധുക്കൾക്കും അല്ലെങ്കിൽ അടുത്തുള്ള അയൽവക്കക്കാർക്കും കൊടുത്ത് തീർക്കലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പിന്നീട് കാലക്രമേണ അതിന് ഒരു വില വരികയും എറണാകുളം അതാണ് ആദ്യമായിട്ട് നമുക്ക് ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ അവിടെ വില വന്ന് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പുറത്തേക്ക് മറ്റുള്ള സ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇത് കയറിപ്പോകുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടി നമുക്ക്. പിന്നെ അതിനെക്കുറിച്ചുള്ള കുറേ ഐഡിയ ആയി എങ്ങനെ ചെയ്യാം, ഈ കൃഷി എത്ര കൂടുതൽ കൃഷി ചെയ്താൽ നമുക്ക് വാണിജ്യാടിസ്ഥാനമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കണ്ടാണ് പിന്നെ നമ്മൾ കാലക്രമേണ ഇത് പതുക്കെ കൂടുതൽ 60 എന്നുള്ളത് 500 മരങ്ങളിലേക്ക് നമ്മൾ മാംഗോസ്റ്റിൻ പ്ലാന്റ് ചെയ്തു. മാംഗോസ്റ്റിൻ മാത്രം പ്ലാന്റ് ചെയ്തേക്കുന്ന ഭൂമിയാണത്. ഇതിൽ റംബൂട്ടാൻ ഇടകലർത്തിയിട്ടുണ്ട്, ബൗണ്ടറികളിലൊക്കെ റംബൂട്ടാനുണ്ട്, അതുമാതിരി തന്നെ പുലാസാനുണ്ട്. ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് മാത്രമുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. മെയിൻ നമ്മുടെ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ നമ്മൾ 50 ടൺ, ഓൾമോസ്റ്റ് 50 ടണ്ണിൻ്റെ അടുത്താണ് ഒരു ഇയർ ചെയ്യുന്നത്. അത് നമുക്ക് ഫെബ്രുവരി മാർച്ചിൽ തുടങ്ങിയ ജൂലൈയിലൊക്കെ എൻഡാവും. അത് ചെറുതായി കുറച്ച് മുകളിലേക്കോ താഴേക്കോ നിന്നേക്കാം. കുറച്ച് നേരത്തെ പൂക്കുകയാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതിന് ആൾട്ടർനേറ്റ് ആയിരിക്കും ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ വരെ. ഈ ഒരു കൊല്ലം നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത കൊല്ലം കുറച്ച് കുറഞ്ഞിരിക്കാം. റംബൂട്ടാൻ നമ്മൾ അതുമാതിരി ഈ കൊല്ലം ചെയ്തേക്കുന്നത് 30 ടണ്ണാണ്. റംബൂട്ടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. പുലാസാൻ നമുക്ക് അധികം പ്ലാന്റുകളില്ല, ഒരു 10, 20, 30 പ്ലാന്റുകളേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള ഫ്രൂട്ട് ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരോ പുലാസാൻ മാത്രം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന അങ്ങനെയാണ് പുലാസാൻ ചെയ്യുന്നത്. പുലാസാന് പതുക്കെ കയറി വരുന്നുള്ളൂ മാർക്കറ്റ്. അതുമാതിരി തന്നെ യെല്ലോ റംബൂട്ടാൻ E35 എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, യെല്ലോ ഗോൾഡൻ റംബൂട്ടാൻ എന്നൊക്കെ പുറത്ത് പറയപ്പെടുന്നു. നല്ല സ്വീറ്റാണ്.
അതിനും തീരെ മാർക്കറ്റില്ലാതെ കിടക്കുന്ന ഒരു റംബൂട്ടാനാണ്. എന്നാൽ റെഡ് NET എന്ന് പറഞ്ഞ റംബൂട്ടാനിൽ മധുരമുള്ള റംബൂട്ടാനാണ്. അതും നമ്മൾ പതുക്കെ മാർക്കറ്റ് ആൾക്കാരിലേക്ക് എത്തിച്ച് അതിനോട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നമുക്ക് എൻക്വയറി ഉണ്ട്, അതും ചെയ്തു വരുന്നു. ഇതിൻ്റെ വാണിജ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഹോൾസെയിലേഴ്സ് മെയിനായിട്ട് വീട്ടിൽ വന്ന് എടുത്തു പോകുന്നുണ്ട്. അത് മിനിമം 1 ടൺ 1.5 ടൺ അങ്ങനെ കണക്കാക്കിയിട്ടായിരിക്കും അവർ ഓർഡർ. അപ്പോൾ നമ്മളത് കാലത്തോടെയും പറിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും സോർട്ട് ചെയ്ത് അതിൽ ക്രോപ്പ് സോർട്ടിങ് യൂണിറ്റ് ഉണ്ട്, നമുക്ക് ആ യൂണിറ്റിൽ സോർട്ട് ചെയ്ത് ഒരു മീഡിയം സൈസ് തുടങ്ങി ബിഗ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ചെറുത് നമ്മൾ മാറ്റും. ആ ചെറുത് നമ്മൾ ലോക്കൽ മാർക്കറ്റുകളുണ്ട്, ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം, അത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അത് ചെറുത് കുറച്ച് വില കുറച്ച് കൊടുക്കും. അല്ലാത്തതിന് ആ ഒരു എന്നാണോ അന്നത്തെ വാല്യൂ, ആ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും, മാർക്കറ്റ് വാല്യൂവിന് നമ്മൾ കൊടുക്കും. അത് മാംഗോസ്റ്റിൻ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന സൗത്ത് ഇന്ത്യ ചെയ്യുന്നത് തമിഴ്നാട്, ബാംഗ്ലൂർ, തമിഴ്നാട്, ചെന്നൈ, അങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ കൂടെ പോകുന്നത്. അത് നമ്മളധികവും ട്രെയിൻ കൂടിയോ അല്ലെങ്കിൽ ബസ് മാർഗമോ അങ്ങനെയൊക്കെ ആയിരിക്കും എത്തിക്കുന്നത്. ഓർഡർ അനുസരിച്ച് ഒരുപാട് ബയേഴ്സ് ഉണ്ട് ഇവിടെ തന്നെ. അപ്പോൾ ഓർഡർ അനുസരിച്ച് ഇതല്ലാതെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമ്മൾ ചെയ്യുന്ന എയർ കാർഗോ ആണ്. കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് എയർ കാർഗോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഈ കൊല്ലം ഓൾ ഓവർ എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മൾ എത്തിയെന്ന് തന്നെ പറയാം. എല്ലാ സ്റ്റേറ്റിലേക്കും നമ്മുടെ മാംഗോസ്റ്റിന് എത്തിയിട്ടുണ്ട്. നമ്മുടെ പാക്കിങ്ങിൽ നമ്മൾ ഇവിടുന്ന് 10 കിലോ പാക്കിങ്ങിലാണ് മാംഗോസ്റ്റിനും റംബൂട്ടാനും അയക്കുന്നത്. അത് നമ്മൾ ഇവിടുന്ന് പോയി എയർ കാർഗോ റേറ്റ് എത്രയാണോ ചാർജ് ചെയ്യുന്നത് പ്ലസ് എന്നാണ് ഇവിടുത്തെ അന്നത്തെ റേറ്റ് അത്രയും മാത്രമേ അതിൽ ഈടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് ബയ്യർമാർ നമുക്ക് അതിനുണ്ട്. ഇതൊരു ഫാമിനയിലും ഉപരി ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. വന്നവർക്കറിയാം ഈ വഴി നല്ല പരിചയമായിരിക്കും, കാരണം ഈ വഴിയാണ് നമ്മൾ ഈ വലിയ മാംഗോസ്റ്റിൻ മരങ്ങളുടെ ഇടയിലേക്ക് നടന്നു വരുന്നത്. അപ്പോൾ ഈ വഴി വരുമ്പോൾ നമുക്ക് അപ്പുറവും ഇപ്പുറവും കുളങ്ങളൊക്കെ കാണാം. ഈ ഗപ്പി ഫിഷസിൻ്റെ ഒരു 30-36 വെറൈറ്റി ഗപ്പി ഫിഷസിൻ്റെ പോണ്ടുകളുണ്ട്. നമ്മൾ ഈ മാംഗോസ്റ്റിൻ റംബൂട്ടാൻ്റെ സീസൺ കഴിഞ്ഞ് ഓഫ് സീസണിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഗപ്പി ഫിഷസ്. അപ്പോൾ ഓഫ് സീസൺ ടൈമിൽ ഇപ്പോൾ അത് വലിയ കുറവാണ്. ഇപ്പോൾ ഓഫ് സീസൺ കഴിഞ്ഞു, അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കുറേ ഫോക്കസ് ചെയ്യും. അപ്പോൾ അതിൽ ഒരുപാട് തരം ഗപ്പി ഫിഷസ് ഉണ്ട്, പിന്നെ ഗൗരാമി, പിന്നെ കാർപ്പ്, അങ്ങനെ അലങ്കാര മത്സ്യങ്ങൾ, പല രീതിയിലുള്ള മത്സ്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ആംബിയൻസ് ഉള്ളതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ഇവിടെ വന്ന് കണ്ട് നടന്ന് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നന്നായിരിക്കണം, ഒരു ദിവസം വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പോകാൻ നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. കൃഷിയിടങ്ങളിൽ ഇടയ്ക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇലകളൊക്കെ അടിച്ച് വാരി ഇട്ടേക്കുന്ന കാണാം. പല ആൾക്കാരും വന്ന് ചോദിക്കും നമ്മളെങ്ങനെയാണ് ഇത്രയും ക്ലീനായിട്ട് പറമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഇലകൾ അടിച്ച് വാരി ഇടുന്നത്, നമുക്ക് ഇങ്ങനെ കുഴികളിലേക്ക് ഇടുന്നത് ഒരു ക്ലീനാക്കുന്ന പർപ്പസ് മാത്രമല്ല, നമ്മളിതിന് ശേഷം ഇതിൽ ചാണകം കൂടി കൂട്ടി കുഴച്ചിട്ട് നമ്മളിതൊരു വളമാക്കിയിട്ട് വീണ്ടും തിരിച്ച് റീസൈക്കിൾ ചെയ്യുക ചെയ്യുന്നത്. അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും. അപ്പോൾ ചിലവ് കുറഞ്ഞൊരു വളവുമായി അതിൻ്റെ കൂടെ തന്നെ ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, പല ആൾക്കാരും ഇതിപ്പോൾ നമ്മൾ ചെയ്യണ കണ്ട് ചെയ്യാറുമുണ്ട്. ഇതാണ് നമ്മൾ കാണുന്ന മാംഗോസ്റ്റിൻ, ഈ കടകളിൽ കാണുന്ന മാംഗോസ്റ്റിൻ. ഇത് പുള്ളിക്കായ എന്ന് പറയും. അതായത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു നമ്മൾ മഴയിൽ വെള്ളം ഇറങ്ങണതിൻ്റെ ഭാഗമായിട്ടൊരു കെമിക്കൽ റിയാക്ഷനിൽ വരുന്നതാണ്. പല ആൾക്കാരും ഇത് ക്വാളിറ്റി കുറവാന്നൊക്കെ പറയും. ഇതാണ് നല്ല മാംഗോസ്റ്റിൻ എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. ഈ മാംഗോസ്റ്റിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതുമാതിരി തന്നെയാണ്. ഇതിന് കുറച്ച് സ്വീറ്റ് ആണെങ്കേ ഉള്ളൂ ഇതിനേലും. അപ്പോൾ രണ്ടും മാംഗോസ്റ്റിൻ തന്നെ. ഇപ്പോൾ നമ്മൾ മോളുകളിൽ പോയൊക്കെ ഇങ്ങനത്തെ ഈ മാംഗോസ്റ്റിൻ മാത്രമാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് ബൈ ചെയ്യുള്ളൂ. കാരണം അവർക്ക് പ്രസൻറ്റേഷൻ ക്വാളിറ്റിക്ക് വേണ്ടി. ഇതിന് പ്രസൻറ്റേഷനിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഭംഗിയില്ല, പക്ഷേ ഇതിന് ഒരു പ്രശ്നവുമില്ല. മാംഗോസിന് എല്ലാം സെയിം തന്നെ. നിലത്ത് വീണ മാംഗോസ്റ്റിനായിരിക്കും കല്ലച്ചിരിക്കുക, അത് മാത്രം വാങ്ങാതിരിക്കുക. ബാക്കി എല്ലാ മാംഗോസിനും സെയിമാണ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും പൊട്ടിച്ച് നോക്കാം. ഇതാണ് ബ്ലാക്ക് മാംഗോ, നമ്മളിപ്പോൾ കണ്ട കറുത്ത കളറുള്ള മാംഗോസ്റ്റിൻ. നല്ല മാംഗോസ്റ്റിനാണ്, കഴിക്കാം, നല്ല കറക്റ്റ് കണ്ടോ. ഇതുമാതിരി തന്നെയായിരിക്കും ഇതും. കണ്ടോ, രണ്ടും നല്ല മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിന് അങ്ങനെ കളർ, ഈ ഒരു കളർ കണ്ട് പലരും വാങ്ങാൻ സംശയിക്കാറുണ്ട്. അത് അറിയാത്തതുകൊണ്ടാണ് ഈ ഫ്രൂട്ടിനെ കുറിച്ച്. പിന്നെ ഇതിലുള്ളൊരു മാജിക് കൂടിയും പറയാം. ഇതിൽ എത്ര ഇതളാണോ ഉള്ളത് അത്ര ഇതളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. 1, 2, 3, 4, 5. ഇതിൽ 5 ഇതളാണ് ഈ സ്റ്റാറിൽ ഉള്ളത്. അത്ര ആയിരിക്കും ഇതിൻ്റെ അകത്തും വരുന്നത്. 1, 2, 3, 4, 5. ഈ ഒരു ഫ്രൂട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയറിയാം. 1, 2, 3, 4, 5, 6 ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എണ്ണിയൊക്കെ 1, 2, 3, 4, 5, 6. ഇപ്പോൾ ഒരാൾ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ പുറത്തുനിന്നേ കണ്ടുപിടിക്കാൻ നടത്താം. ഈ മാംഗോസ്റ്റിന് ക്രൗൺ ഉള്ളതുകൊണ്ടാണ് ക്യൂനോ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതിന് ഇതൊരു ക്രൗണായിട്ടാണ് ഇരിക്കുന്നത്. ഈ ക്രൗൺ അതിൻ്റെ ഭംഗി ഒരുമിച്ച് കിടക്കുന്ന കാണുമ്പോൾ ഈ ബ്ലാക്കിൽ ഈ ഗ്രീനിഷ് ആൻഡ് റെഡ് കളറിൽ പർപ്പിൾ കളർ എന്ന് പറയാം. ഇത് പഴുത്ത് വരുമ്പോൾ ഇത് പർപ്പിളായിരിക്കും, ഫുൾ പഴുത്ത് കഴിയുമ്പോൾ ബ്ലാക്ക് ആവും. അത് കഴിയുമ്പോൾ ഈ ചെറിയൊരു പർപ്പിളും ഈ ഗ്രീനിഷ് കളർ കോമ്പിനേഷനിൽ ഇതിങ്ങനെ കിടക്കുന്ന കാണാനൊരു ഭംഗി തന്നെയാണ്. ഇതാണ് പർപ്പിൾ കളർ മാംഗോസ്റ്റിൻ. നമ്മൾ ഈ ഒരു കളറ് അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് കളർ, ഇങ്ങനത്തെ ഒരു ഗ്രീനിഷ് കളർ വരുമ്പോഴേക്കും നമ്മൾ ഈ മാംഗോസ്റ്റിൻ പറിച്ച് വയ്ക്കും. അതൊരു 4 ദിവസം കൊണ്ട് ഇരുന്ന് ഈ ബ്ലാക്ക് കളറിലേക്ക് ആവും. മാംഗോസ്റ്റിന് ഷെൽഫ് ലൈഫ് ഉണ്ട്. 3-4 ദിവസം നമുക്കിങ്ങനെ പറിച്ചാൽ എണ്ണാൻ കിളികളുടെ ശല്യമൊക്കെ ഒഴിവാക്കാം.
എന്നിട്ട് ഈ സാധനം നമ്മൾ എടുത്ത് വെച്ചാൽ 4 ദിവസം കൊണ്ട് ആ ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് റെഡി ടു ഈറ്റ് ആയി. ഇനി പലർക്കുള്ള സംശയമുണ്ട്, മാംഗോസ്റ്റിൻ നമ്മൾ കടകളിൽ വാങ്ങുമ്പോൾ കേട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നിലത്ത് വീണൊരു കായാണ് കണ്ടോ, ഇതുമ്മ ഇത്ര ഒരു ചെറിയൊരു വീണിൽ ഇതിൻ്റെ ഒരു സിഗ്നൽ പറ്റും, ഇങ്ങനെ കംപ്ലയിൻറ്റ് വരും കണ്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാംഗോസ്റ്റിൻ നമ്മളിവിടെ കൊടുക്കില്ല നിലത്ത് വീണ, നമ്മൾ നിലത്ത് വീണ കുരുവാനാണ് എടുക്കാറ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മാംഗോസ്റ്റിൻ നമ്മൾ നോക്കുമ്പോൾ പതുക്കൊന്ന് പിടിച്ച് നോക്കിയാൽ കല്ലച്ചിരിക്കും, സോളിഡായിരിക്കും, നല്ല ഇതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ആയിരിക്കും, ഞെങ്ങൊന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ നോക്കുക. അപ്പോൾ ഒരു പരിധി വരെ നമുക്കൊരു 70% വരെ അതിൽ നമുക്ക് മാംഗോസ്റ്റിൻ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മളിത് പൊട്ടിച്ച് നോക്കാം. ഞാൻ ഇപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് വീഴ്ചത് കാണാം, വീണേൻ്റെ ഒരു ചെറുതുണ്ട് അല്ലെങ്കിൽ ക്രാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഞെക്കി നോക്കിയാൽ കല്ലച്ചിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ചാൽ തന്നെ കിട്ടില്ല കണ്ടോ, അകത്ത് വരുമ്പോൾ അത് ഈ വീഴുമ്പോൾ ഇതിലെ സ്റ്റെയിനാണ്, ഇതിലൊരു കറയുണ്ട് മാംഗോസ്റ്റിനിൽ, സാന്തോൺസ് പറഞ്ഞാൽ സ്റ്റെയിനാണ് ഇങ്ങനെ ഇതിലേക്ക് മാറുന്നത്. ഈ ഒരു ഇങ്ങനെയാവും പിന്നെ ഫ്രൂട്ട് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര സോറ് ടേസ്റ്റ് ആയിരിക്കും. ഇതാണ് യെല്ലോ റംബൂട്ടാൻ. യെല്ലോ റംബൂട്ടാൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ. പലരും നാടൻ യെല്ലോ റംബൂട്ടാനാണ് കണ്ടേക്കുന്നത്. ഇതിന് യെല്ലോ E35 റംബൂട്ടാൻ എന്ന് പറയും. ഇതാണ് ഏറ്റവും സ്വീറ്റസ്റ്റ് റംബൂട്ടാൻ എന്ന് പറയും, ഏറ്റവും നല്ല സ്വീറ്റായിട്ടുള്ള റംബൂട്ടാൻ. അതായത് നല്ല ഫ്ലഷി ആയിരിക്കും, പൊളിച്ചതിൽ നിന്ന് വെള്ളം വീഴും, അത്രയ്ക്ക് നല്ല കണ്ട ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു എന്താ പറയുക. ഞാൻ ഈ റംബൂട്ടാനാണ് ഏറ്റവും കൂടുതൽ കഴിക്കാറ് റെഡിനേലും. നിങ്ങൾ റെഡായിരിക്കും കൂടുതൽ കണ്ടേക്കുന്നത് റോഡരികിലും കാര്യങ്ങളിലൊക്കെ. ഇതിന് റെഡിനേലും വില കുറവാണ്. റെഡിനേലും ഒരു 40 രൂപ 50 രൂപ കുറവായിരിക്കും. അതിൻ്റെ കളർ കൊണ്ട് തന്നെയാണ് ആ കുറവ്. ഈ യെല്ലോ കളറായതുകൊണ്ട് റെഡിൻ്റെ അത്ര അട്രാക്റ്റീവ് ആവാത്തതുകൊണ്ട് ആൾക്കാർ അങ്ങനെ വാങ്ങിച്ച് കഴിക്കണമെന്നില്ല. E35 എന്ന് പറഞ്ഞാൽ നാടനും ഉണ്ട്, E35 യെല്ലോ ഉണ്ട്. നമ്മളൊന്ന് പുറത്ത് ഇതിന് ഈ യെല്ലോയും ഈ ചെറിയ റെഡ് കളറിൻ്റെ ടിപ്പിൽ വന്നുകൊണ്ട് ഗോൾഡൻ റംബൂട്ടാൻ എന്ന് പറയുന്നത്. നല്ല സ്വീറ്റ് റംബൂട്ടാനാണ്. ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ്റെ തൈകൾ. ഇത് 500 രൂപയുടെ തൈകളാണ്. 4.5 അടി ഹൈറ്റ്, തട്ട് പൊട്ടിയ തൈകൾ, ഏറ്റവും കൂടുതൽ നമ്മൾ പ്ലാന്റിങ്ങിന് സജസ്റ്റ് ചെയ്യുന്ന തൈകൾ. ഇനി ഇതിൻ്റെ താഴെ 300, 200, 100ൻ്റെ ചെറിയ തൈകൾ വരെ ഉണ്ട് നമുക്ക്. അതുമാതിരി തന്നെ ഇതിൽ വലുത് 2000 രൂപയുടെ 8 അടി ഹൈറ്റുള്ള തൈ എന്ന് പുറമെ മരുന്ന് പറയാം, അത്ര 3 ഇതുകളും ഉണ്ട്, തൈകളും ഉണ്ട്. അപ്പോൾ പല വലുപ്പത്തിലുള്ള മാംഗോസിൻ തൈകൾ ഇവിടെ അവൈലബിൾ ആണ്. ബഡ്ജറ്റിനനുസരിച്ച് ആൾക്കാർക്ക് എടുക്കാം. കൊമേഴ്ഷ്യൽ പ്ലാന്റിങ്ങിന് ചെയ്യാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന വലുപ്പം തൈകളുടെ ഇതാണ്. ഈ തൈകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നത്. അതുമാതിരി തന്നെ നമുക്ക് റംബൂട്ടാനെയും പുല്ലാസാനെയും തൈകൾ അവൈലബിൾ ആണ്. ഇത് നമുക്ക് 4.5 വർഷമായ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 3 വർഷം കൊണ്ട് കായ്ക്കും. ഇത് നമുക്ക് നേരെ മണ്ണിലേക്ക് വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. നേരെ ഗ്രോ ബാഗ് പൊട്ടിച്ച് മണ്ണിലേക്ക് നേരെ വെക്കുക. കാരണം വലിയ മരമാവുന്നതാണ്. കണ്ടെയ്നർ ഫാമിംഗ് നമുക്ക് മാംഗോസിൽ നടക്കില്ല. പലരും എൻ്റെ സംശയം ചോദിക്കാറുണ്ട്, അത്ര വലിയ മരമാണ്, നിങ്ങൾ കണ്ടല്ലോ 30 വർഷമായ മരങ്ങൾ നമുക്കുണ്ട്, അപ്പോൾ അത്ര മരമാവുന്നതാണ്. അപ്പം കണ്ടെയ്നറിൽ ഇതിന് ഒതുക്കാൻ പറ്റില്ല. നമുക്ക് നേരെ അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 30 അടി അകലം എല്ലാ മരങ്ങളുടെ ഇടയിൽ നമുക്ക് ഒരു എല്ലാത്തിലെയും 30 അടി അകലം മിനിമം ഉണ്ടെങ്കിൽ നമുക്കിത് വെക്കാം. എന്നാലേ മാംഗോസ്റ്റിൻ വെക്കാൻ പറ്റുള്ളൂ. ചെറിയ തൈകളും വലിയ തൈകളും നമ്മൾ ഏത് തരം തൈകളാണെങ്കിലും നമ്മൾ വെക്കുന്നെങ്കിലും ഷെയ്ഡ് ചെറുപ്പത്തിലെ ഭയങ്കര മസ്റ്റാണ്. നമുക്കിതിന് ചുറ്റും ഒരു 4 കോല് കുത്തിയിട്ട് നമ്മൾ ഈ ഷെയ്ഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽ വെച്ച് ഷെയ്ഡ് വെച്ച് കെട്ടിക്കൊടുക്കണം. കാരണം അതിന് നേരെ വെയിൽ ഡയറക്റ്റ് അടിച്ചാൽ അതിൻ്റെ ഇല കരിയും, ചെറുതായിട്ട് പഴുത്ത് മഞ്ഞ കളറിൽ വരും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്. അപ്പോൾ മാംഗോസ്റ്റിൻ വാങ്ങിച്ചു കൊണ്ടുപോയി എല്ലാവരും ഷെയ്ഡ് ചെറുപ്പത്തിൽ കെട്ടി കൊടുക്കാൻ മറക്കരുത്, നേരെ വെയിലത്ത് നിന്ന് ഉണങ്ങിപ്പോവും. പിന്നെ നല്ല വേനൽക്കാലത്ത് 2 നന, ഒരു ആവറേജ് നന വേണം മാംഗോസ്റ്റിന്. വളം ജൈവവളങ്ങളാണ് നമ്മൾ പ്രയോഗിക്കുന്ന ചാണപ്പൊടി, എല്ലുപൊടി, കപ്പലിൻ്റെ പിണ്ണാക്ക്. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ്റെ തൈകൾ. N18 വെറൈറ്റി റംബൂട്ടാനാണ്. ഇത് 400 രൂപ വരുന്ന തൈകളാണ്. ഇത് നമുക്ക് 2ാമത്തെ കൊല്ലം ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കാക്കി ഇവിടുന്ന് കൊണ്ടുപോകുന്ന തൈകൾ. നമ്മളധികം ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഇല്ല, എപ്പോഴും നമുക്ക് ഈ ഒരു കുറച്ച് എണ്ണം ബഡ് ചെയ്ത് നമുക്ക് ഉണ്ടാവും. എല്ലാ ഇയറും നമുക്ക് നമ്മുടെ മദർ പ്ലാന്റ് ചെയ്യുന്ന ബഡ് ക്വാളിറ്റി ഉള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് N18 വെറൈറ്റിയാണ്. നമ്മൾ നേരത്തെ കഴിച്ചത് E35 യെല്ലോ, ആ വെറൈറ്റിയുടെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ആ വെറൈറ്റി E35ഉം N18 ആണ് നമ്മൾ മെയിനായിട്ട് റംബൂട്ടാനിൽ കൊടുക്കുന്ന തൈകൾ. കാരണം അതാണ് കൊമേഴ്ഷ്യലായിട്ട് കൂടുതൽ നമുക്ക് ഒരു മരത്തുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റംബൂട്ടാൻ നമ്മൾ അങ്ങനെ അത് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. മറ്റുള്ള ഒരുപാട് വെറൈറ്റി റംബൂട്ടാനുകളുണ്ട്, പക്ഷേ ഇതാണ് നമുക്കൊരു വീട്ടിലേക്ക് വെക്കാൻ ഏറ്റവും ഉചിതം ഞങ്ങൾ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്. പിന്നെ റംബൂട്ടാൻ നമുക്ക് കണ്ടെയ്നർ ഫാമിങ്ങിൽ പറ്റും, കാരണം നമുക്കത് പ്രൂൺ ചെയ്ത് നിർത്താം. കണ്ടെയ്നറിൽ ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഇത് പ്രൂൺ ചെയ്യാൻ പറ്റും, നമുക്ക് വെട്ടി നിർത്താൻ പറ്റും. മാംഗോസ്റ്റിനിൽ വരുന്നത് സീഡ്ലിംഗ് ആണ് ഡയറക്റ്റ്ലി. റംബൂട്ടാനിൽ നമുക്ക് ബഡ് വേണം, മസ്റ്റായിട്ട് നല്ല മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത ബഡ് ചെയ്തത് വേണം റംബൂട്ടാനിൽ വെക്കാൻ. റംബൂട്ടാൻ സീഡ്ലിംഗ് ചെയ്ത് 60% വരെ ആണാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ബഡ് മാത്രം വെക്കുക. പലർക്കും മാംഗോസ്റ്റിനും റംബൂട്ടാനും ഒരുപാട് സംശയം ചോദിച്ച് എന്നെ വിളിക്കാറുണ്ട് യൂട്യൂബിൽ.
അപ്പോൾ നമ്മളതിൽ മാംഗോസ്റ്റിൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് മാത്രമേ വെക്കാവൂ. അതായത് സീഡ്ലിംഗ് നല്ല മദർ പ്ലാന്റിൻ്റെ സീഡ്ലിംഗ് എടുക്കുക. ചിലർക്ക് ചെറിയ മാംഗോസ്റ്റിൻ തന്നെ ഉണ്ടാവണോ അല്ല കൊല്ലെന്ന് പറയുന്നത് അതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ആ ക്വാളിറ്റി എന്താണോ അത് തന്നെയായിരിക്കും സീഡ്ലിങ്ങിലും കാണിക്കുക. അപ്പോൾ നല്ല മദർ പ്ലാന്റിൻ്റെ ഉള്ള ആ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് അറിയുന്ന സ്ഥലങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ നഴ്സറിക്കാർ ഇപ്പോൾ അവിടെ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ആയിരിക്കണം മാംഗോസ്റ്റിൻ എടുക്കേണ്ടത്. എന്നാലാണ് നല്ല മാംഗോസ്റ്റിൻ പ്ലാന്റുകൾ നമുക്ക് കിട്ടുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പല ആൾക്കാരും എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നത് അതൊരു മാംഗോസ്റ്റിനേ അല്ല. മാംഗോസ്റ്റിൻ്റെ അതേ ഇലകൾ പോരുന്ന പല മരങ്ങളും മാംഗോസ്റ്റിൻ മാതിരി മാംഗോസ്റ്റിൻ ആണെന്ന് പറഞ്ഞ് വിൽക്കപ്പെടുന്നു. ഇതുവരെ എനിക്ക് വന്നേക്കുന്ന ഫോട്ടോയിൽ ഒരു 50% മാംഗോസ്റ്റിൻ മരമല്ല. അപ്പോൾ നമ്മൾ വെച്ചിട്ട് 3-4 വർഷം കാത്തിരുന്ന് ഇത് മാംഗോസ്റ്റിനല്ലാന്ന് അറിയപ്പെടുന്നതിൽ നല്ലത് നല്ല സ്ഥലങ്ങളിൽ ജെനുവിനായിട്ടുള്ള പോയി നല്ല മാംഗോസ്റ്റിൻ തയ്യാന്ന് ഉറപ്പ് വരുത്തി വാങ്ങുക. അതുമാതിരി തന്നെ റംബൂട്ടാനാണെങ്കിൽ ബഡ്ഡിങ് ക്വാളിറ്റി ചെയ്യുന്നത് മരത്തിൽ നിന്നാണ് ബഡ് ചെയ്തതെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല. അപ്പോൾ ബഡ് ചെയ്യുന്നത് നല്ലൊരു മരത്തിൽ നിന്നാണ്, നല്ല മദർ പ്ലാന്റ് ആണ്, നല്ല ബഡ് ക്വാളിറ്റി ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ റംബൂട്ടാൻ നമ്മളെടുക്കുക. ഇത് രണ്ടും വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പല ആൾക്കാരും വില കുറവ് പോയി നോക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടുന്ന സ്ഥലം നോക്കാം. അത് ഒഴിവാക്കി ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ചെയ്താൽ നല്ലതായിരിക്കും. കൊമേഴ്ഷ്യലായി ചെയ്യുന്നവർ പ്രത്യേകിച്ച്. ഈ ഏരിയയിലാണ് നമ്മുടെ പുലാസാൻ മരം നിൽക്കുന്നത്. അതായത് ഇത് പുലാസാൻ ഫ്രൂട്ടാണ്. പുലാസാൻ നമുക്ക് അത്ര സുപരിചിതമല്ല, എല്ലാവർക്കും അറിയില്ല പുലാസാൻ. റംബൂട്ടാൻ്റെ മാതിരി തന്നെ ഇരിക്കുന്ന ചക്കയുടെ തോടിൻ്റെ ഒരു കട്ടി ഉണ്ടാവും. പല ആൾക്കാരും ഈ പുലാസാൻ നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത് പച്ചക്കാണ്. അതായത് ചുവന്ന കളറിലെ ആൾക്കാർ പറിച്ചെടുക്കും. റംബൂട്ടാൻ്റെ മാതിരി ചുവപ്പിലല്ല പുലാസാൻ. ഈ ഡാർക്ക് റെഡ് കണ്ടോ, ഈ ഒരു ഡാർക്ക് റെഡ് കളർ എത്തണം, എന്നാലാണ് പുലാസാൻ ഫുള്ള് പാകമായിട്ടുള്ളൂ. ചുവപ്പിൽ ഇത് പുളിയായിരിക്കും. അപ്പോൾ ഇതാണ് പാകമായ പുലാസാൻ. ശരിക്കുള്ള പുലാസാൻ കഴിച്ചാൽ റംബൂട്ടാൻ മാതിരി തന്നെ വളരെ മധുരമുള്ള ഒരു ഫ്രൂട്ടാണ്. അപ്പോൾ പുളി ഉള്ളതുകൊണ്ട് പല ആൾക്കാരും ഈ ചുവപ്പിലെ പറിക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ അറിയാത്തത്, ഇതിൻ്റെ ടേസ്റ്റ് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പുലാസാൻ. പിന്നെ പുലാസാൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് നമുക്ക്. ഈ റംബൂട്ടാൻ്റെ മാതിരി തന്നെ പുലാസാനും ഉണ്ട്. നമുക്കിവിടെ മെയിനായിട്ടുള്ളത് മാംഗോസ്റ്റിൻ, റംബൂട്ടാൻ, പുലാസാൻ, യെല്ലോ റംബൂട്ടാൻ, ഈ 4 തൈകളുമാണ്. ഈ 4ൻ്റെ ഫാമാണത്. ഈ 4 തൈകൾ എവിടെയുള്ളൂ. നമ്മളത്രയും ജെനുവിനായിട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത്. മരങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇവിടുത്തെ ഫ്രൂട്ട്സാണ്, ഇവിടുത്തെ ക്വാളിറ്റി കാണിച്ച്, നിങ്ങൾക്കറിയാം വന്ന എല്ലാവരെയും ഫാം കാണിച്ചിട്ട് ആണ് നമ്മൾ തൈകൾ കൊടുക്കുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് വരുന്നൊരു സംശയം, ഞാൻ ഒരുപാട് എൻ്റെ അടുത്ത് ആൾക്കാർ സംശയം ചോദിക്കുന്നതിൻ്റെ പേരിലാണ് ഇത് പറയുന്നത്. ഇതിൽ പാച്ചുകായ എന്ന് പറയും, ചെരിഞ്ഞ് വരുന്ന കായുണ്ട്. അതായത് ഇങ്ങനെ പരന്നിരിക്കും. ഇതിലും റംബൂട്ടാനിലും കാണും. അത് കൂടുതലും മെച്ചോർഡായിട്ടുള്ള ട്രീസിലാണ് കാണപ്പെടുന്നത്. അതായത് വലുതായി വരുന്നതനുസരിച്ച് ആ പാച്ചുകായ മാറാം. ചിലപ്പോൾ റെഗുലറായിട്ട് എല്ലാ കൊല്ലവും പാച്ചുകായ വന്നേക്കും. അത് ബഡ് ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങൾ കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അത് ഇതിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയാത്തൊരു നെഗറ്റീവാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ അത് വന്നേക്കാം, ഈ ഒരു പുലാസാൻ എന്ന് പറഞ്ഞ ഫ്രൂട്ടിൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് കൊമേഴ്ഷ്യലി പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാർ പേടിക്കുന്നത്. ഇതാണ് പുലാസാൻ. ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് റെഡ് കളറാണ്, ചുവന്ന കളറിലല്ല വരയ്ക്കേണ്ടത്. ഈ ഒരു കളർ എത്തണം, ചെറിയൊരു ബ്ലാക്കിഷ് ഉണ്ടാവും, അങ്ങനെ വരണം. ഇതാണ് പുലാസാൻ്റെ കറക്റ്റായ പാകം. ഇങ്ങനെ ഇരിക്കും പുലാസാൻ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് ഇതിൻ്റെ കുരു വരെ തിന്നാം. കുരു ഏതാണ്ട് ബദാം ആയിരിക്കും ഇതിൻ്റെ കുരു. അത് കഴിച്ചവർക്ക് അറിയാം. പുലാസാൻ ഫുള്ള് നമുക്ക് കഴിക്കാം, കുരു കളയണ്ട. ഓക്കെ, ഞാനിത് പൊളിച്ച് കാണിച്ചു തരാം. ആണ് ഫുള്ള് പാകമായ പുലാസാൻ ഇരിക്കുക. ഓൾമോസ്റ്റ് റംബൂട്ടാന്മാരിൽ തന്നെ തോട് കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഷെൽഫ് ലൈഫ് കൂടുതലാണ് റംബൂട്ടാനിൽ. മാംഗോസ്റ്റിനും റംബൂട്ടാനും ഒക്കെ ഒരുപാട് പേര് ഇപ്പോൾ പുതിയ ആൾക്കാർ മാംഗോസ്റ്റിൻ റംബൂട്ടാൻ കൃഷിയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, മാംഗോസ്റ്റിൻ നമുക്ക് 4-5 ദിവസം ഷെൽഫ് ലൈഫുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിങ് സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അതിലാകെയുള്ളത് ക്ഷമ വേണം. 3 വർഷം 4 വർഷത്തെ തൈ വാങ്ങിച്ചാൽ 5 വർഷം, അല്ലെങ്കിൽ 5 വർഷത്തെ തൈ വാങ്ങിച്ചാൽ 3 വർഷം, 7-8 അത് കാക്കിയുള്ളൂ. അത് കണക്കാക്കി അപ്പോൾ കുറച്ച് വലിയ തൈകൾ വാങ്ങുക. കൊമേഴ്ഷ്യലായിട്ട് ഇനി വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു കൃഷി എന്ന് പറയാം മാംഗോസ്റ്റിൻ റംബൂട്ടാൻ കൃഷി. നമുക്ക് കേരളത്തിൽ കൂടുതലും ഈ ട്രോപ്പിക്കൽ കണ്ടീഷനുണ്ട്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് കണ്ടീഷൻ, സോയിൽ കണ്ടീഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി വരുന്നൊരു ഫ്യൂച്ചറാണെന്ന് പറയാം ഇതൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങാത്തതിന് കാരണം ആർക്കും ഇതിനെക്കുറിച്ചൊരു അനുഭവ സമ്പത്തില്ല. അപ്പോൾ ഞങ്ങൾ ജാതി ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്, ജാതി കട്ട് ഡൗൺ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനി വരുന്ന ഇതിൽ നമുക്കൊരു ഫ്രൂട്ട് എന്ന നിലയ്ക്ക് നമ്മൾ പറഞ്ഞ മാതിരി ഫ്രൂട്ട് എന്നും എപ്പോഴും ആൾക്കാർക്ക് വേണ്ടതാണ്, ഓർഗാനിക്കാണ്. ഇത് രണ്ടും ആ ഇതിൽ പെട്ടു. 2 ട്രോപ്പിക്കൽ സീസൺ, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതുകൊണ്ട് ബ്ലെസ്ഡ് ആണ് നമ്മുടെ ഈ കേരളം. അപ്പോൾ അവിടെ ഈ കൃഷി ചെയ്യാം. നമുക്ക് കൃഷി ചെയ്യാമെന്ന് മാത്രമല്ല, ചുമ്മാ ഉള്ളൊരു കൃഷിയല്ല, നല്ല ആദായകരമാണ്.
മാംഗോസ്റ്റിൻ വെക്കുമ്പോൾ വലിയ തൈകൾ വെക്കുക, റംബൂട്ടാൻ വെക്കുമ്പോൾ ബഡ് ക്വാളിറ്റി ഉറപ്പ് വരുത്തി ഒരു 2 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകൾ വാങ്ങിച്ച് വെക്കുക. ബഡ് ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. നല്ല ക്വാളിറ്റിയുള്ള ബഡാണ് ചെയ്തേക്കണേന്ന്, നല്ല മദർ പ്ലാന്റിൽ നിന്നാണ് എടുത്തതെന്ന് ഉറപ്പ് വരുത്തുക. ഇത് രണ്ടാണ് ഇതിൽ ചെയ്യാനുള്ളൂ. പ്ലാന്റ് ചെയ്യുമ്പോൾ മാംഗോസ്റ്റിനും റംബൂട്ടാനും ഇടകലർത്തിയോ രണ്ടും നമ്മൾ ഒരുമിച്ച് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മാംഗോസ്റ്റിൻ റിക്കവർ ചെയ്യുന്നത് സ്ലോ ആയിരിക്കും, പക്ഷേ കൺസിസ്റ്റൻറ്റ് മാർക്കറ്റായിരിക്കും, ഒരു അസറ്റായിരിക്കും. റംബൂട്ടാൻ റിക്കവറിങ് ഫാസ്റ്റ് ആയിരിക്കും. 2 കൊല്ലത്തിൽ ഈൽഡ് ആവുന്നതുകൊണ്ട് പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് 2 ഇടകലർത്തി ചെയ്യുമ്പോൾ 2 ഫ്രൂട്ട് നമ്മുടെ കയ്യിലുണ്ട്. 2 ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. സോ ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഒരുമിച്ചായിരിക്കും വരുന്ന ബയ്യറിന് വേണ്ടി വരിക. മാംഗോസ്റ്റിൻ ആൾക്ക് കുറച്ച് റംബൂട്ടാൻ വേണമെന്ന് പറയാം. അപ്പോൾ അങ്ങനെ അത് 2 ഒരുമിച്ച് വിറ്റ് പോകാം. ഇതിൽ പെട്ട തന്നെയാണ് പറഞ്ഞ പുലാസാനം, യെല്ലോ റംബൂട്ടാനും ഒക്കെ മാർക്കറ്റിൻ്റെ കുറച്ച് താഴെ കിടക്കുന്നത്. അതിനെ ആൾക്കാർക്ക് പരിചയമില്ലാത്തത് കൊണ്ടാണ്. പക്ഷേ വാങ്ങുന്ന ആൾക്കാർ വാങ്ങുമ്പോൾ ഇതേ വില കൊടുത്ത് തന്നെയാണ് ഇതും വാങ്ങുന്നത്. അതിനെ പരിചയപ്പെടുത്തി കൊണ്ടുവരാണ്, ഞങ്ങൾ പരിചയപ്പെടുത്തി കൊണ്ടുവരാണ് ചെയ്യണത്. അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി സാധ്യതയില്ല, മറ്റ് ഇപ്പോൾ ഈ കൊറോണ ബുദ്ധിമുട്ടുകളെയും എല്ലാം പറയപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സമയത്താണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് റിസോഴ്സ് ഉണ്ട്, നമുക്കൊരു കുറച്ച് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ, ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമുക്കത് ആദായകരം ആക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല, നമുക്കും പറിച്ച് കഴിക്കാമല്ലോ. അതിൽ നിന്ന് ആദ്യത്തെ കൊല്ലമൊക്കെ ചിലപ്പോൾ നമുക്ക് കൊടുക്കാനുണ്ടാവില്ല, നമുക്കത് പറിച്ച് കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കൃഷി ഇനിയുള്ള ആൾക്കാർ, അതായത് പുതിയ യങ്സ്റ്റേഴ്സൊക്കെ പതുക്കെ ഒരു ചൂട് വെക്കണം. കാരണം നമുക്ക് ജോലി ഇല്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നതിലും ഇത് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാം. ഈവൻ ലീസിനെടുത്ത് വരെ സ്ഥലം എടുത്ത് ചെയ്താൽ വരെ ഇത് ആദായകരമാണ്. കാരണം ഞങ്ങൾക്ക് അതിനെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു ഐഡിയ വെച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മളെപ്പോഴും ഒരു പടി മുന്നോട്ട് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഇപ്പം നമ്മൾ ഉള്ള ഒരു മരങ്ങൾ വെട്ടി ചെയ്യാമെന്ന് പറയുന്നതിൽ ഇപ്പോൾ ഞങ്ങളിവിടെ ജാതിയുടെ അടിയിലാണ് മാംഗോസ്റ്റിൻ പ്ലാന്റ് ചെയ്യുന്നത്. മാംഗോസ്റ്റിൻ പൊന്തിയാണെന്നനുസരിച്ച് ജാതിയുടെ കൊമ്പരക്ക ചെയ്യുന്നത്. ഇപ്പോൾ 2 നിന്നും വരുമാനമുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്, എല്ലാം കൂടി കളയാതെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പിന്നെ അത് മാർക്കറ്റ് ചെയ്ത് വാണിജ്യം, എങ്ങനെയാണ് ഇതിൻ്റെ വാണിജ്യം അത് പഠിക്കുക. ഇപ്പോൾ എല്ലാം ഓൺലൈനാണല്ലോ. ഇപ്പോൾ എല്ലാ പുതിയ യങ്സ്റ്റേഴ്സിന് എന്ത് ഓൺലൈൻ ചെയ്യാൻ അറിയാം. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ അത്ര ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല. പക്ഷേ എനിക്ക് ഇതിനു വേണ്ടി അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരുപാട് മീഡിയകൾ ഇൻവൈറ്റ് ചെയ്തു, ഒരുപാട് ആൾക്കാർ വന്നു. അങ്ങനെയാണ് ഈ കൃഷി ഞാൻ സ്വന്തമായിട്ട് 2 വർഷം കൊണ്ട് പിക്ക് ചെയ്തത്. എൻ്റെ പേര് മനു മെർലിൻ. എൻ്റെ വീട് പരിയാരത്താണ്. പരിയാരം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ ചാലക്കുടിക്ക് അടുത്ത് അതിരപ്പള്ളി പോകുന്ന വഴിയുള്ളൊരു പരിയാരമുണ്ട്. പരിയാരത്താണ് വീട്. പരിയാരം പള്ളിയുടെ അടുത്ത് ആണ് നമ്മുടെ ഫാം വരുന്നത്. പരിയാരം പള്ളിയുടെ അടുത്ത് മെർലിൻ ഫാം അല്ലെങ്കിൽ മെർലിൻ നഴ്സറി എന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര്. വീടോട് ചേർന്ന് തന്നെ ഒരു 5 ഏക്കർ തോട്ടമാണ് നമുക്ക്. മാംഗോസ്റ്റിൻ റംബൂട്ടാനാണ് നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്.